കവർച്ചാ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും ബി.ജെ.പി. യു.ഡി.എഫ്. പ്രവർത്തകർ പിടിയിലായത് സംബന്ധിച്ച് നേതൃത്വം മറുപടി പറയണമെന്ന് സി.പി.ഐ.എം. വിവിധ കേസുകളിൽ ബി.ജെ.പി. യു.ഡി.എഫ്. പ്രവർത്തകർ പോലീസ് പിടിയിലായത് സംബന്ധിച്ച് അതാത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മറുപടി പറയണമെന്ന് സി.പി.എം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു. ബി.ജെ.പി. യു.ഡി.എഫ്. കൊള്ളയ്ക്കും തട്ടിപ്പിനും എതിരെ സി.പി.എം. കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ളയ്ക്കെതിരെയും ബി.ജെ.പിയുടെ കൊള്ളയ്ക്കെതിരെയും ജനങ്ങളെ അണിനിരത്തുക എന്ന രാഷ്ട്രീയ കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. സ്വാഭാവികമായും അക്കാര്യം ജനങ്ങളോട് പറയാൻ ബാധ്യതയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ വിവരം ജനങ്ങളെ അറിയിക്കുക. കുറേ കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി RSSും ബി.ജെ.പിയും കൊടുങ്ങല്ലൂരിലും തൃശ്ശൂർ ജില്ലയിലും സംസ്ഥാനത്തുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കുഴൽപ്പണ ഇടപാടുകളുമൊക്കെ ഒരുപാട് കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല കൊടുങ്ങല്ലൂരാണെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി വർദ്ധിത വീര്യത്തോടു കൂടി അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായി അങ്ങനെ അക്രമ പ്രവർത്തനങ്ങൾ കുറവാണ്. ഏരിയ കമ്മിറ്റി അംഗം കെ.ആർ. ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. യു.ഡി.എഫിന്റെ ഭാഗത്തു നിന്നുണ്ട്. യു.ഡി.എഫിന്റെ ഒരു നേതാവിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനൊക്കെ യു.ഡി.എഫ് നേതൃത്വത്തിന് എന്താ പറയാവുന്നത്? ഏതെങ്കിലും ഇക്കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ബി.ജെ.പിയുടെ ഈ രണ്ട് ആളുകളെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ബി.ജെ.പി. നേതൃത്വം ഇതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല. ബി.ജെ.പിയുടെ പ്രവർത്തകരല്ലേ, മുൻനിര പ്രവർത്തകരല്ലേ, ബി.ജെ.പിക്ക് വേണ്ടി എത്രയോ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളല്ലേ. അവർ ചെയ്ത കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ അതിനൊരു മറുപടി തരാൻ സാമാന്യ രീതിയിൽ ഒരു ജനാധിപത്യമായ ഒരു മര്യാദ കാണിക്കാൻ പോലും ബി.ജെ.പിയുടെ നേതൃത്വം അല്ലെങ്കിൽ യു.ഡി.എഫിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. ലോക്കൽ സെക്രട്ടറി ടി.പി. പ്രഭേഷ്, നേതാക്കളായ ഷീല രാജ്കമൽ, അഷ്റഫ് സാബാൻ, സി.വി. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏരിയയിലെ മറ്റ് 10 ലോക്കൽ കമ്മിറ്റികളും ഈ മാസം 29 വൈകിട്ട് ഈ ആവശ്യം ഉന്നയിച്ച് ബഹുജന സംഗമം നടത്തും.